ഹലോ കുട്ടീസ്, അപ്പോൾ ഫ്രഷൊക്കെ ആയി നമ്മളത് ആൻറ്റിയുടെ അടുത്തേക്ക് വന്നേക്കാട്ടോ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേരും ആൻറ്റിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരുകളുടെ കളി തുടങ്ങി. ചേട്ടന്മാരെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അനിയന്മാരെ പ്രകടനം കേട്ടത്. മച്ചാൻ്റെ വക സ്പെഷ്യൽ ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജിലേബി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തട്ടി ഞങ്ങൾ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് യാത്രേൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ കുറച്ച് ഉറങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മഞ്ചേച്ചും സപ്പൻ ചേട്ടനൊക്കെ എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനം പറയലും ചായ കുടിക്കലും ചിപ്സ് തിന്നലും അങ്ങനെ ആയിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ദിയ്യക്കുട്ടി വന്നു കേട്ടോ. ദിയ അവിടെ അടുത്ത താമസിക്കണം. അപ്പോൾ ദിയ വന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ചായ കുടിക്കലും വർത്താനം പറയലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ അവിടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാൻ ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി. അങ്ങനെ ഇതേ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം നടന്ന് പിന്നെ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ അവിടെ അസൽ കളിയാണ് കേട്ടോ. അവരൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരണണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ പുറത്തേക്ക് കറങ്ങാൻ പോവാം കേട്ടോ. അങ്ങനെ രാത്രി ഇതേ നല്ല സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതേ ഒരു സ്പോട്ടിലേക്ക് പോവാണ്. അവിടെ ദോശയും വെറൈറ്റി ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ പോകാമെന്ന് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും എന്തേ ഫുഡ് വന്നു കേട്ടോ. അവിടെ വെറൈറ്റി ദോശ, ഇഡ്ഡലി അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇഡ്ഡലിപ്പൊടി അങ്ങനെയൊക്കെ എനിക്കിഷ്ടമായത് ഇതായിരുന്നു കേട്ടോ. സാമ്പാർ, ഇഡ്ഡലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കിയൊക്കെ കുഴപ്പമുണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോന്നും ഇഷ്ടമായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്തു കേട്ടോ. വെറൈറ്റി ദോശകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ട്രൈ ചെയ്ത്. നിങ്ങൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ ഈ സ്പോട്ടിൽ പോയി ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും തിന്ന് ഞങ്ങൾ ആവശ്യമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഞങ്ങളെല്ലാവരും എനിക്ക് ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിയുടെ സ്കേറ്റും പോലത്തെ ഒരു പോടെ എന്തിട്ടാ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അതിലിത് പോകാനുള്ള ട്രൈ ചെയ്യലായിരുന്നു കേട്ടോ. അപ്പം മാമൻ ഉണ്ട് മറ്റാടെ കൊത്തലുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞ് കണ്ണമാമനെ ഇത് ഓടിക്കാനുള്ള പഠിപ്പിക്കലായിരുന്നു കേട്ടോ. ലാസ്റ്റ് ശരിയായി കുറച്ചൊക്കെ. അങ്ങനെ സ്കേറ്റിംഗ് പ്രകടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫ്രഷ് ആയിട്ട് ഇതേ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് അതേ സൂര്യൻ അവിടെ ഫ്രഷ് ആയിരുന്നു ചേട്ടന്മാരുടെ കളിയാണ്. എന്നിട്ട് പിന്നെ സൗമ്യ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിതേ വണ്ടി കയറി പോകാമായിരുന്നു കേട്ടോ. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിഗ്നലിൽ എത്തിയിട്ട് ആകാശം നോക്കിയപ്പോൾ മരങ്ങളൊക്കെ കാറ്റത്ത് ആടണം നല്ല ഭംഗി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കരിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കരിക്കൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതേ കരിക്ക് കുടിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കരിക്കുടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീണ്ടും യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ദൂരം ഉണ്ടായി ചേച്ചിയുടെ അടുത്തേക്ക്. അപ്പോൾ അത് ഏകദേശം എത്താറായിട്ട് അതേ ഇതാട്ട് ചേച്ചിയുടെ വീട്. ചേച്ചി മേലിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. സൂര്യൻ എപ്പോഴും അപ്പച്ചി പോയാൽ ബാംഗ്ലൂർക്ക് പോയെന്ന് പറഞ്ഞാലും അപ്പച്ചീൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയാറുണ്ട് കേട്ടോ സൂര്യൻ. അപ്പോൾ അതേ ഇപ്പം ഞങ്ങൾ ഫൈനലി അപ്പച്ചിയുടെ വീട്ടിലേക്ക് എത്തിയേക്കാറ്.
ദേ, ആ വണ്ടിയിലുണ്ട്. സൂര്യന് ചേച്ചിമാരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അകത്തേക്ക് കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണം. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ബൈ.